തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽ പെൻകോ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, ജോസ് ആലുക്കാസ്. നമസ്കാരം. തൃശൂർ റൗണ്ടപ്പുമായി ഞാൻ സിജി ജോസ്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. അംഗപരിമിതർക്ക് സഹായഹസ്തവുമായി തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സാന്ത്വനം പദ്ധതി 3ാം ഘട്ടം പൂർത്തിയാക്കി. 111 അംഗ പരിമിതർക്ക് മുച്ചക്രവാഹനങ്ങൾ വിതരണം ചെയ്തു. ആരോഗ്യ ചികിത്സാ രംഗത്ത് നിന്ന് സർക്കാരുകൾ പിന്മാറുകയാണെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. പണമുള്ളവർക്ക് മാത്രം ചികിത്സ എന്ന രീതിയിലായി സർക്കാർ ആശുപത്രിയിലെ അവസ്ഥയെന്നും രാജേന്ദ്രൻ. രാജ്യം കാർഗിൽ വിജയദിനം ആഘോഷിച്ചു. കേരളത്തിൽ നിന്ന് പട്ടാളക്കാരാവാൻ ആളെ കിട്ടാത്ത അവസ്ഥയുണ്ടെന്ന് ADGP ഋഷിരാജ് സിംഗ്. ചെങ്ങാലൂരും എറിയാടും മോഷണം. 2ഇടങ്ങളിലും ഭണ്ഡാരങ്ങളിൽ നിന്ന് പണം കവർന്നു. വാർത്തകളിലേക്ക് വിശദമായി. അംഗപരിമിതർക്ക് സഹായഹസ്തവുമായി തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സാന്ത്വനം പദ്ധതി 3ാം ഘട്ടം പൂർത്തിയാക്കി. 12ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് അംഗപരിമിതർക്കായി മുച്ചക്രവാഹനം വിതരണം ചെയ്യുന്നതിന്റെ 3ാം ഘട്ടം അയ്യന്തോൾ വനിതാ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. 3ാം ഘട്ടത്തിൽ 111 അംഗപരിമിതർക്കാണ് ജീവിതയാത്രയിൽ ആശ്വാസമായി മുച്ചക്രവാഹനങ്ങൾ വിതരണം ചെയ്തത്. സംസ്ഥാന സഹകരണ ക്ഷേമനിധി ബോർഡ് വൈസ് ചെയർമാൻ EK ദിവാകരൻ വാഹന വിതരണം ഉദ്ഘാടനം ചെയ്തു. 2 ഘട്ടങ്ങളിലായി 370 അംഗപരിമിതർക്ക് ജില്ലാ പഞ്ചായത്ത് മുച്ചക്രവാഹനങ്ങൾ വിതരണം ചെയ്തിരുന്നു. സംസ്ഥാനത്ത് പദ്ധതി വിഹിതം ഉപയോഗിച്ച് ഏറ്റവും അധികം അംഗപരിമിതർക്ക് വാഹനം വിതരണം ചെയ്തത് തൃശൂർ ജില്ലാ പഞ്ചായത്താണ്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KV ദാസൻ, പ്രതിപക്ഷ നേതാവ് PK ഡേവിസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK രാജൻ, സെക്രട്ടറി MJ പ്രിൻസ്, T നിർമ്മല, KT വർഗീസ്, ശ്രീനിവാസൻ, പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. ആരോഗ്യ ചികിത്സാ രംഗത്ത് നിന്ന് സർക്കാരുകൾ പിന്മാറുകയാണെന്നും എല്ലാ പദ്ധതികളും ഇല്ലാതാക്കുകയാണെന്നും AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ KP രാജേന്ദ്രൻ പറഞ്ഞു. പ്രൈവറ്റ് ഹോസ്പിറ്റൽ വർക്കേഴ്സ് യൂണിയൻ AITUC സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KP രാജേന്ദ്രൻ. പണമുള്ളവർക്ക് മാത്രം ചികിത്സ എന്ന രീതിയിലായി മാറി സർക്കാർ ആശുപത്രിയിലെ അവസ്ഥ. ഹെൽത്ത് സെന്ററുകളും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും മോശമായ രീതിയിലാണ് മുന്നോട്ടു പോകുന്നത്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ആരോഗ്യ ചികിത്സാ രംഗത്ത് അനുവദിക്കുന്ന തുക കൂട്ടുന്നതിന് പകരം വെട്ടിച്ചുരുക്കുകയാണ് ചെയ്യുന്നതെന്നും KP രാജേന്ദ്രൻ ആരോപിച്ചു. ആശാ വർക്കർമാരെയും അംഗൻവാടി ജീവനക്കാരെയും ഇല്ലാതാക്കുകയും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും ചികിത്സ ഇല്ലാതാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യുകയും ESI, ഗ്രാറ്റുവിറ്റി, ബോണസ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നത്. ലാഭമുണ്ടാക്കുന്ന കച്ചവട മേഖലയായി ആശുപത്രികൾ മാറി. സ്വകാര്യ ആശുപത്രി ശൃംഖലകളും കച്ചവടം ലക്ഷ്യമിട്ട് മുന്നോട്ട് വരികയാണെന്നും രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുറ്റിയാനിക്കോട് മധു അധ്യക്ഷനായിരുന്നു. സ്വാഗത സംഘം ചെയർമാനും യൂണിയൻ പ്രസിഡന്റുമായ AN രാജൻ, സെക്രട്ടറി സോഫി തിലകൻ, AITUC സെക്രട്ടറി P രാജു, സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. കാർഗിൽ യുദ്ധം ഇന്ത്യക്ക് നൽകിയ വിജയാഘോഷങ്ങൾ ഓർമ്മിപ്പിച്ച് വീണ്ടും കാർഗിൽ വിജയദിനം. അഖണ്ഡതയ്ക്ക് നേരെയുള്ള വെല്ലുവിളികളും വിലാപങ്ങളും നാം കേൾക്കാതെ പോകുന്നുണ്ടോ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദിനം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിയന്ത്രണ രേഖകൾ ഭേദിച്ചുകൊണ്ട് കാശ്മീരിന്റെ മഞ്ഞുറഞ്ഞ മണ്ണിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇരച്ചു കയറിയ നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ പടയാളികൾ ഓർത്തു കാണില്ല, വന്നതിനേക്കാൾ വേഗത്തിൽ തിരിച്ചോടേണ്ടി വരുമെന്ന്. 1999 മെയ് 3-ാം തീയതി കാശ്മീരിലെ ഒരു ജില്ലയായ കാർഗിലിൽ പാകിസ്ഥാൻ പട്ടാള മേധാവി ജനറൽ പർവീസ് മുഷറഫും കൂട്ടാളികളും ചേർന്ന് അതിക്രമിച്ചു കയറിയതിനെ തുടർന്നുണ്ടായ കരവ്യോമ യുദ്ധത്തിൽ ജൂലൈ 26-ന് ഇന്ത്യ വിജയക്കൊടി നാട്ടുമ്പോൾ ഇരു രാജ്യങ്ങളും എണ്ണിയാലൊടുങ്ങാത്ത നാശനഷ്ടങ്ങളുടെ ഉടമകളായിരുന്നു.
1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കൊണ്ട് ഇരു രാജ്യങ്ങൾക്കുമുണ്ടായ സാമ്പത്തിക സാമൂഹ്യ ധാർമ്മിക പരാജയങ്ങളുടെ ചതഞ്ഞ ഓർമ്മകളുടെ കൊണ്ടാട്ടമായിരുന്നു കാർഗിൽ യുദ്ധം. സ്വന്തം മാതൃഭൂമിയുടെ അതിര് കാക്കാനായി അതിരില്ലാത്ത ദേശസ്നേഹം ഉള്ളിലാളിയ 527 ധീരജവാന്മാർ ഇന്ത്യക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചപ്പോൾ അയൽ രാജ്യത്തിന്റെ അതിര് മോഷ്ടിക്കാനുള്ള പാകിസ്ഥാന്റെ ആർത്തിത്തീയിൽ വെന്തെരിഞ്ഞത് 1041 പാകിസ്ഥാൻ പട്ടാളക്കാരാണ്. അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ പാകിസ്ഥാൻ പ്രസിഡന്റ് നവാസ് ഷെരീഫിനെ വിളിച്ച് കാർഗിലിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ നയതന്ത്ര വിജയമായി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമെന്ന് മാത്രം. യുദ്ധങ്ങൾ ആരെയെങ്കിലും വിജയിപ്പിച്ചിട്ടുണ്ടോ? സാങ്കേതികമായി രണ്ടിലൊരു രാജ്യത്തിന് വിജയം പ്രഖ്യാപിക്കാമെങ്കിലും ഒരു യുദ്ധവും ആരെയും വിജയിപ്പിക്കുന്നില്ല എന്നതല്ലേ സത്യം. വൻ കോട്ടകളും വൻമതിലുകളും ആ രാജ്യത്തിന്റെ ധീരതയുടെ ചിഹ്നമല്ല, ആ സമൂഹത്തിന്റെ ഭീരുത്വത്തിന്റെ വലിപ്പമാണ് കാണിക്കുന്നത്. ഇന്ത്യയുടെ അതിരുകളിൽ വൻ മതിലുകളല്ല, വൻ വാതിലുകളാണ് ആവശ്യം. വർഗീയ ലഹളകളുടെ വിഷമുട്ടകൾ ഇന്ത്യയിലെമ്പാടും വിതറിയിട്ട് അതിനു മുകളിൽ രാഷ്ട്രീയ കഴുകന്മാർ അടയിരുന്ന് വിരിയിക്കുന്ന ഭാരത സമൂഹത്തിന്റെ വികലരൂപ വർത്തമാനകാല ചരിത്രം ഒരു യുദ്ധത്തിന്റെ വിജയത്തിന്റെയല്ല, പരാജയത്തിന്റെ പരാവർത്തനം തന്നെയാണ്. അതിനാൽ കാർഗിൽ യുദ്ധം ഇന്ത്യക്ക് നൽകിയ വിജയാഘോഷങ്ങൾ വീണ്ടും ഓർമ്മകളിൽ മുഴങ്ങുമ്പോൾ മുറിവേറ്റ ഇന്ത്യയിലെ മുറിഞ്ഞു വീഴുന്ന അഖണ്ഡതയുടെ വിലാപങ്ങൾ നാം കേൾക്കാതെ പോകരുത്. കേരളത്തിൽ നിന്ന് പട്ടാളക്കാരാകാൻ ആളെ കിട്ടാത്ത അവസ്ഥയുണ്ടെന്ന് ADGP ഋഷിരാജ് സിംഗ് പറഞ്ഞു. ദേശസ്നേഹികളുടെ കൂട്ടായ്മ കണ്ടാണശ്ശേരിയിൽ സംഘടിപ്പിച്ച കാർഗിൽ വിജയ് ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു ഋഷിരാജ് സിംഗ്. പട്ടാളത്തിൽ ചേരാൻ ആളില്ലാതെ വരുന്നത് രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ്. ദിനംപ്രതി 3 പേരെങ്കിലും പട്ടാളത്തിൽ നിന്ന് രാജിവെച്ച് പോകുന്ന സ്ഥിതിയുണ്ട്. ഈ നില തുടർന്നാൽ അധികം വൈകാതെ പട്ടാളത്തിൽ ആളില്ലാതെ വരും. നേരത്തെ കേരളത്തിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും പട്ടാളക്കാരനായിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും പട്ടാളക്കാരനായി വരുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മക്കളെ ഡോക്ടറും എഞ്ചിനീയറും ആക്കാൻ ലക്ഷങ്ങൾ ചെലവിട്ട് മാതാപിതാക്കൾ മത്സരിക്കുന്നു. ഈ അവസ്ഥ മാറ്റി കുടുംബത്തിൽ നിന്ന് ഒരാളെയെങ്കിലും പട്ടാളക്കാരനാക്കാൻ നാം ശ്രമിക്കണമെന്നും ഋഷിരാജ് സിംഗ് പറഞ്ഞു. മൂഴിക്കുളം ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങ് സംവിധായകൻ മേജർ രവി ഉദ്ഘാടനം ചെയ്തു. വിമുക്ത ഭടൻ UR ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. മേഖലയിലെ വിമുക്ത ഭടന്മാരെ ചടങ്ങിൽ ആദരിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത വേണു, നടന്മാരായ സന്തോഷ് K. നായർ, കിഷോർ സത്യ, നടി സ്നേഹ ഉണ്ണികൃഷ്ണൻ, ലഫ്റ്റനന്റ് കേണൽ അനിൽ K. നായർ, മുംബൈയിൽ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റിരുന്ന NSG കമാൻഡർ മനീഷ് കണ്ണൂർ, ഗുരുവായൂർ ACP R. ജയചന്ദ്രൻ പിള്ള, PM മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ഗുരുവായൂർ. കാർഗിൽ വിജയ് ദിവസിന്റെ ഭാഗമായി കേഡറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അയ്യന്തോൾ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്ര സമർപ്പണവും അനുസ്മരണവും നടത്തി. കേഡറ്റ് ക്ലബ് പ്രസിഡന്റ് ആന്റണി J. കുട്ടഞ്ചേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് സെക്രട്ടറി B. രാജേഷ് അധ്യക്ഷത വഹിച്ചു. അഞ്ജലി വിശ്വനാഥൻ, അക്ഷയ് വിശ്വനാഥൻ, MT അഖില, VI ശ്വേത, VI നിധിൻ, C. മാൻഡോ ആന്റണി എന്നിവർ സംസാരിച്ചു. പുതുക്കാട് ചെങ്ങാലൂർ കർമ്മലമാതാവിൻ പള്ളിയിൽ മോഷണം. പള്ളിയുടെ ജനലഴി വളച്ചകത്ത് കടന്ന മോഷ്ടാവ് 2 നേർച്ചപ്പെട്ടികളിലെ പണം കവർന്നു. നേർച്ചപ്പെട്ടികൾ പള്ളിക്ക് പുറത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സമീപത്തെ ഗ്രോട്ടോയുടെ മുൻപിലുള്ള നേർച്ചപ്പെട്ടിയും കവർന്നിട്ടുണ്ട്. 1 വർഷം മുൻപ് സമാന രീതിയിൽ പള്ളിയിൽ മോഷണം നടന്നിരുന്നു. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം പെരുകുമ്പോഴും പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുന്നു. 2 മാസത്തിനുള്ളിൽ 10-ലേറെ ആരാധനാലയങ്ങളിലും വീടുകളിലുമാണ് സമാന രീതിയിൽ മോഷണം നടന്നിട്ടുള്ളത്. ജനസാന്ദ്രത ഏറെയുള്ള പ്രദേശങ്ങളിലെ ആരാധനാലയങ്ങളിൽ മോഷണം നടന്നിട്ടും മോഷ്ടാക്കളുടെ ഒരു തുമ്പ് പോലും പോലീസിന് ലഭിക്കുന്നില്ല എന്നുള്ളത് അന്വേഷണത്തിലെ വീഴ്ചയാണ് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. പോലീസിന്റെ പെട്രോളിംഗ് ശക്തമല്ലാത്തത് കള്ളന്മാരുടെ വിളയാട്ടത്തിന് ഒരു കാരണമാണ്. മോഷണങ്ങൾ പെരുകുമ്പോൾ പോലീസ് ജാഗ്രത പാലിക്കുന്നില്ല എന്ന ആരോപണവുമുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിലെ വീഴ്ചയിൽ മേലുദ്യോഗസ്ഥരുടെ ശാസന ഏൽക്കേണ്ടി വരുമ്പോൾ മോഷണ വിവരങ്ങൾ പുറത്തറിയിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആരാധനാലയങ്ങളുടെ വാതിലുകളും ഭണ്ഡാരങ്ങളും കുത്തിപ്പൊളിക്കുന്ന സ്ഥിരം രീതിയാണ് മോഷ്ടാക്കൾ അവലംബിച്ചു വരുന്നത്. മണ്ണമ്പേട്ട പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രം, തലോർ ഇൻഫന്റ് ജീസസ് ദേവാലയം, കീനൂർ ക്ഷേത്രം, കല്ലൂർ ഞെല്ലൂർ ക്ഷേത്രം, വീട്ടിക്കുന്ന് ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് അടുത്തിടെ മോഷണം നടന്നത്. മോഷ്ടാക്കൾക്കെതിരെ പോലീസ് ശക്തമായ നടപടി കൈക്കൊള്ളണമെന്നും രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്.
കൊടുങ്ങല്ലൂർ എറിയാട് മേഖലയിൽ 3 ഇടങ്ങളിൽ മോഷണം. അഴീക്കോട് സീതി സാഹിബ് സ്കൂളിന് സമീപം മസ്ജിദിലും തെക്കുവശം മുനവറുൽ ഷാ മസ്ജിദിലും ഒറ വൻതുരുത്തിൽ ചായക്കടയിലുമാണ് മോഷണം നടന്നത്. പള്ളികളിൽ വാതിലിന്റെ താഴെ അറുത്തുമാറ്റിയ മോഷ്ടാക്കൾ അകത്തെ ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ച് പണം കവർന്നു. ചായക്കടയിൽ മേശ കുത്തി തുറന്നാണ് മോഷണം നടത്തിയിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാഷ്ട്രീയ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ മേഖലയിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയതിനിടയിൽ നടന്ന മോഷണങ്ങൾ ജനങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. നിലവിലെ സ്ഥിതി തുടർന്നാൽ ഏറ്റവും അധികം രോഗികളുള്ള രാജ്യമായി ഇന്ത്യ മാറുമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് അഖിലേന്ത്യാ അധ്യക്ഷൻ ഡോക്ടർ പ്രവീൺ തൊഗാഡിയ തൃശൂരിൽ പറഞ്ഞു. ഇന്ത്യ ഹെൽത്ത് ലൈൻ തൃശൂർ വിഭാഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 17 വർഷമായി രാജ്യത്തുടനീളം താൻ നടത്തുന്ന യാത്രകളിൽ നിന്ന് ഭാരതത്തെ കൂടുതൽ അറിയാൻ സാധിച്ചു. ഈ യാത്രകൾ കൊണ്ട് ആതുര സേവനത്തിനും ഉപരിയായി രാഷ്ട്രീയ സേവനത്തിലും സജീവമാകാൻ തന്നെ പ്രാപ്തനാക്കിയെന്നും തൊഗാഡിയ കൂട്ടിച്ചേർത്തു. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് SJR കുമാർ, വർക്കിംഗ് പ്രസിഡന്റ് BR ബലരാമൻ, ശോഭ സുരേന്ദ്രൻ, ഡോക്ടർ ആശ ഗോപാലകൃഷ്ണൻ, PG കണ്ണൻ എന്നിവർ പങ്കെടുത്തു. കോടാലി കടമ്പോട് മുപ്പന്താഴം കടവിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കടമ്പോട് തെക്കേതല വീട്ടിൽ രാമന്റെ മകൻ 35 വയസ്സുള്ള സുരേന്ദ്രനാണ് മരിച്ചത്. വെള്ളിക്കുളങ്ങര പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇരിങ്ങാലക്കുട പുറത്തിശ്ശേരിയിൽ വ്യാജ വാറ്റ് കേന്ദ്രത്തിൽ പോലീസ് റെയ്ഡ് നടത്തി. 20 ലിറ്റർ ചാരായവും വാറ്റ് ഉപകരണങ്ങളും പിടിച്ചെടുത്തു. സംഭവത്തിൽ പുറത്തിശ്ശേരി ചെമ്പണ്ട സ്വദേശി തണ്ടേക്കൽ സുകുമാരൻ, ഇയാളുടെ മരുമകൻ മാടായിക്കോണം സ്വദേശി പറമ്പനത്ത് വീട്ടിൽ സന്തോഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇരിങ്ങാലക്കുട CI TS സിനോജിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. വ്യാജ ചാരായം 500 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തിയിരുന്നത്. ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുത്തിരുന്നത് സന്തോഷാണ്. SI MJ ജിജോ, ജൂനിയർ SI NR ജോസ്, സീനിയർ CPOമാരായ MK അനിൽകുമാർ, PC സുനിൽ, മുരുകേഷ് കടവത്ത്, മിഥുൻ കൃഷ്ണ, വൈശാഖ്, വനിതാ CPO അപർണ ലവകുമാർ എന്നിവരും റെയ്ഡ് നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. കല്ലൂർ ആദൂരിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് 200 ലിറ്റർ വാഷ് പിടികൂടി. തോടിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ പ്ലാസ്റ്റിക് ഡ്രമ്മിനുള്ളിൽ വാഷ് കുഴിച്ചിട്ട നിലയിലാണ് കണ്ടെത്തിയത്. പുതുക്കാട് പോലീസും എക്സൈസും സ്ഥലത്തെത്തി വാഷ് നശിപ്പിച്ചു. ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ ഷമീർ, അഡീഷണൽ SI KN സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാഷ് കണ്ടെടുത്തത്. തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന ജൂനിയർ ത്രോ ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറവും എറണാകുളവും ജേതാക്കളായി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ആതിഥേയരായ തൃശൂരിനെ 1-2 സെറ്റുകൾക്ക് തകർത്താണ് മലപ്പുറം ജേതാക്കളായത്. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നേരിട്ടുള്ള 2 സെറ്റുകൾക്ക് തിരുവനന്തപുരത്തെ തകർത്ത് എറണാകുളം ജേതാക്കളായി. ലൂസേഴ്സ് ഫൈനലിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളത്തെ തകർത്ത് കാസർഗോഡും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോട്ടയത്തെ തകർത്ത് കണ്ണൂരും 3ാം സ്ഥാനം കരസ്ഥമാക്കി. 14 ജില്ലകളിൽ നിന്നായി 28 ടീമുകളിൽ നിന്നുള്ള 500ഓളം കായിക താരങ്ങളാണ് 2 ദിവസമായി നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ഇവരിൽ നിന്ന് ദേശീയ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിനെയും തിരഞ്ഞെടുത്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ് അധ്യക്ഷനായിരുന്നു. ചാലക്കുടി കലിക്കൽ കുന്നിൽ നിന്ന് എക്സൈസ് സംഘം റെയ്ഡ് നടത്തി 135 കുപ്പി വിദേശ മദ്യം പിടിച്ചെടുത്തു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മണലിൽ കുഴിച്ചിട്ടിരുന്ന മദ്യമാണ് പിടികൂടിയത്. ഓണത്തിന് വിൽപ്പന നടത്താൻ മദ്യം ശേഖരിക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥരുടെ മിന്നൽ പരിശോധന. ഉദ്യോഗസ്ഥർ വരുന്നതറിഞ്ഞ വീട്ടുടമയും സഹായിയും ഓടി രക്ഷപ്പെട്ടു. ഇവരെക്കുറിച്ച് അന്വേഷണം നടന്നുവരികയാണെന്ന് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ MK ഗോപി പറഞ്ഞു. പ്രിവന്റീവ് ഓഫീസർമാരായ MS പത്മരാജൻ, MD ഷിജു, TA ഷഫീഖ്, എക്സൈസ് ഓഫീസർമാരായ MK അശോകൻ, PK ഉണ്ണികൃഷ്ണൻ, KA ബാബു, PP ഷാജി എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു. ആലംബഹീനർക്ക് സ്നേഹവും അനുകമ്പയും സഹാനുഭൂതിയും പകർന്നു നൽകിയ സ്നേഹാലയത്തിന്റെ നാഥൻ നന്മയുടെ ഒരു പിടി ഓർമ്മകൾ ബാക്കിവെച്ചാണ് നിത്യതയിലേക്ക് യാത്രയായത്. ലിറ്റിൽ സർവൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പോണ്ടിച്ചേരിയിൽ പ്രവർത്തിക്കുന്ന സ്നേഹാലയത്തിന്റെ സ്ഥാപകനായിരുന്നു ഗുരുവായൂർ ബ്രഹ്മകുളം സ്വദേശി ടോജോ സണ്ണി. ചെറുപ്രായം മുതലേ ആലംബഹീനരുടെ സഹായത്തിനായി ജീവിതം മാറ്റിവെച്ച ടോജോയുടെ സ്നേഹാലയത്തിൽ നിലവിൽ 90 പേരാണ് അധിവസിക്കുന്നത്. ഇതിൽ 3.5 വയസ്സ് മുതൽ പ്രായമേറിയവർ വരെയുണ്ട്. തെരുവിൽ അലയുന്ന അനാഥ ബാല്യങ്ങളും ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരുടെയും രക്ഷകനായി മാറിയ ടോജോയുടെ അപ്രതീക്ഷിത വിടവാങ്ങൽ ഇവരെ ആകെ തളർത്തിയിരിക്കുകയാണ്.
സമ്പത്തിനും പ്രശസ്തിക്കും പിന്നാലെ അലയുന്ന ഇന്നത്തെ തലമുറയുടെ കാഴ്ചകളിൽ നിന്നും അകന്ന ഒരു സമൂഹത്തെ സംരക്ഷിച്ചു വരുമ്പോഴാണ് ടോജോയെ വിധി തട്ടിയെടുത്തത്. ഹൃദയാഘാതത്തെ തുടർന്ന് വെള്ളിയാഴ്ച പോണ്ടിച്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ടോജോയുടെ അന്ത്യം. ടോജോയുടെ വേർപാടിനെ തീരാ കണ്ണീരോടെയാണ് സ്വന്തം നാടും ഏറ്റുവാങ്ങിയത്. ടോജോയുടെ സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് ബ്രഹ്മകുളം സെന്റ് തോമസ് ദേവാലയത്തിൽ നടക്കും. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ റെയിൽവേ സ്റ്റേഷനു സമീപം കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന മധ്യവയസ്കനെ തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. മാള പൂപ്പത്തി സ്വദേശി നെടുമ്പറമ്പിൽ വീട്ടിൽ ഷാജിയെയാണ് SI P ലാൽകുമാറും സംഘവും ചേർന്ന് കഞ്ചാവ് സഹിതം പിടികൂടിയത്. ക്രിക്കറ്റ് കളിക്കാനായി ജനിച്ചവൻ സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാനാകാതെ 2 വർഷം കഴിച്ചുകൂട്ടി എന്നത് ഏറ്റവും വലിയ ദുരന്തമാണ്. ക്രിക്കറ്റ് കരിയറിലെ 2ാം ജന്മത്തിനുള്ള ഒരുക്കത്തിലാണ് മലയാളികളുടെ ഏക ലോക ചാമ്പ്യൻ. സ്ഥിരതയാർന്ന ഒരു പേസ് ബൗളറെ ഇന്ത്യൻ ക്രിക്കറ്റ് തേടുമ്പോഴായിരുന്നു കോതമംഗലത്ത് നിന്ന് മിന്നൽ പിണർ വേഗവുമായി ഒരു കൗമാരക്കാരന്റെ വരവ്. 2000-ൽ ചെന്നൈ MRF പേസ് ഫൗണ്ടേഷനിൽ നിന്ന് മൂർച്ച കൂട്ടിയെത്തിയ ശ്രീയുടെ വേഗവും ബൗൺസും പിന്നീട് ലോക ക്രിക്കറ്റിന്റെ ആവേശമായി. 2004-ലെ രഞ്ജി ട്രോഫിയിലെ ഹാട്രിക് പ്രകടനത്തോടെ ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി തുറന്നു. 2005 ഒക്ടോബറിൽ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിനത്തിലായിരുന്നു അരങ്ങേറ്റം. 5 ഓവറിൽ 2 വിക്കറ്റ് വീഴ്ത്തി സെലക്ടർമാരുടെ തീരുമാനത്തെ ന്യായീകരിച്ച പ്രകടനം. മാസങ്ങൾക്കകം ടെസ്റ്റ് ടീമിൽ 1-ാം ടെസ്റ്റിൽ തന്നെ 4 വിക്കറ്റ് വീഴ്ത്തി. പിന്നെ ഒരു കുതിപ്പായിരുന്നു. സഹീർ ഖാനും ഇർഫാൻ പത്താനുമൊപ്പം 3-ാം പേസറായി ഇന്ത്യൻ സംഘത്തിലെ നിത്യസാന്നിധ്യമായി. ബുദ്ധിശാലിയായ പേസർ എന്നായിരുന്നു വസീം അക്രം ഉൾപ്പെടെയുള്ളവർ ശ്രീയെ വിശേഷിപ്പിച്ചത്. 2007-ൽ ഇന്ത്യ പ്രഥമ T20 ചാമ്പ്യന്മാരായപ്പോഴും 2011-ൽ ഏകദിന ലോകകപ്പ് നേടിയപ്പോഴും ഇന്ത്യൻ കുപ്പായത്തിലെ മലയാളി മുദ്രയായി ശ്രീ തിളങ്ങി. പരിക്ക് തീർത്ത ഇടവേളയിൽ IPL-ലെ ഫോമോടെ ദേശീയ ടീമിൽ തിരിച്ചെത്താൻ ഒരുങ്ങവെയാണ് 2013-ൽ വാതുവെപ്പ് കെണിയിൽ ശ്രീശാന്ത് കുടുങ്ങിയത്. 2 വർഷത്തിലേറെ നീണ്ട കോടതി നടപടികൾക്കൊടുവിൽ നിരപരാധിയാണെന്ന് വിധി വന്നതോടെ ക്രീസിൽ മടങ്ങിയെത്താനുള്ള സമയമാണ് ഇനി ശ്രീശാന്തിന്. അതിനുള്ള അവസരം ഇപ്പോഴുമുണ്ട്. സഹീർ ഖാന്റെ പടിയിറക്കത്തിന് ശേഷം സ്ഥിരതയാർന്ന പേസറെ തേടുകയാണ് ടീം ഇന്ത്യ. മൂർച്ചയും മിടുക്കമുള്ള പരിചയസമ്പന്നനായി ശ്രീശാന്തിന് തിരിച്ചെത്താൻ കഴിയുമെന്ന് ക്രിക്കറ്റ് വിദഗ്ധർ വിലയിരുത്തുന്നു. വിലക്ക് നീക്കാൻ വിസമ്മതിക്കുന്ന BCCIയെ സമ്മർദ്ദത്തിലാക്കുകയാണ് ഇനി കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ചുമതല. അതിന് സാധിച്ചാൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പടികൾ ചവിട്ടിക്കയറി വിജയശ്രീ ലാളിതനായി നീലക്കുപ്പായത്തിൽ ശ്രീ പുനർജനിക്കുമെന്ന വിശ്വാസത്തിലാണ് ക്രിക്കറ്റ് ആരാധകർ. സ്പോർട്സ് ഡെസ്ക് TCV. പൂങ്കുന്നം ഹരിനഗറിൽ ആളൊഴിഞ്ഞ വീട്ടിൽ മോഷണം. വൈകുണ്ഠം വീട്ടിൽ GR നായരുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വിലപിടിപ്പുള്ള വാച്ചും ക്യാമറയും നഷ്ടപ്പെട്ടു. ജനൽ കമ്പി മാറ്റിയാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. വെസ്റ്റ് പോലീസ് കേസെടുത്തു. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. PA മാധവൻ MLA ഉദ്ഘാടനം ചെയ്തു. PC തോമസ് അധ്യക്ഷത വഹിച്ചു. ജോസഫ് ചാലിശ്ശേരി, തമ്പി കണ്ണാടൻ, UK പ്രഭാകരൻ, VP പാറുക്കുട്ടി, K മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അവാർഡ് നൽകി ആദരിച്ചു. മാധ്യമരംഗത്തെ അനന്ത സാധ്യതകൾ വിദ്യാർത്ഥികൾക്കായി പരിചയപ്പെടുത്തുന്ന ചേതന TCV മീഡിയ കരിയർ ഗൈഡൻസ് സെമിനാർ പരമ്പരയുടെ ഭാഗമായി ചേറൂർ ഗവൺമെന്റ് സ്കൂളിൽ സെമിനാർ സംഘടിപ്പിച്ചു. തിരക്കഥാകൃത്തും സംവിധായകനുമായ കലവൂർ രവികുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര മാധ്യമ രംഗത്തേക്ക് പ്രതിഭകളായ വിദ്യാർത്ഥികൾ കടന്നുവരണമെന്നും മാധ്യമ പഠനം ഉപയോഗപ്പെടുത്തണമെന്നും കലവൂർ രവികുമാർ അഭിപ്രായപ്പെട്ടു. ആർച്ച വൈസ് പ്രസിഡന്റ് വിനയ അധ്യക്ഷത വഹിച്ചു. ചേതന ഡയറക്ടർ ഫാദർ ബെന്നി ബെനഡിക്ട്, ഫോട്ടോഗ്രാഫറും ക്യാമറാമാനുമായ നിലേഷ് എന്നിവർ സംസാരിച്ചു. കൊരട്ടിയിൽ വീട്ടമ്മയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ വൈദികനെതിരെ പോലീസ് കേസെടുത്തു. അസിസ്റ്റന്റ് വികാരിയായിരുന്ന ഫാദർ ജിപ്സണെതിരെയാണ് കൊരട്ടി പോലീസ് കേസെടുത്തത്. 2 മക്കളുള്ള തന്നെ വിവാഹം ചെയ്യാമെന്നും ഇറ്റലിയിൽ ജോലി നൽകാമെന്നും വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് പരാതി. വൈദികൻ ഇപ്പോൾ എറണാകുളം ജില്ലയിലെ മറ്റൊരു പള്ളിയിലാണ്. ഇത് സംബന്ധിച്ച കേസ് കളമശ്ശേരി പോലീസിന് കൈമാറിയെന്ന് കൊരട്ടി പോലീസ് അറിയിച്ചു. സംസ്ഥാനത്തെ മികച്ച കൌൺസിലർമാർക്കുള്ള റോട്ടറി ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ് തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ ജോൺ കാഞ്ഞിരത്തിങ്കലിന്. ഒല്ലൂർ ഡിവിഷനിലെ കൌൺസിലറായ ജോൺ കാഞ്ഞിരത്തിങ്കലിന്റെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് പുരസ്കാരദാനം. 51,000 രൂപയും മെമന്റോയും അടങ്ങുന്നതാണ് പുരസ്കാരം. ജൂലൈ 31-ന് ദുബായിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും.
ഭാരതീയ ആയുർവേദ പാരമ്പര്യ വൈദ്യ ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് EJ പൌലോസ് വൈദ്യർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് VD അബ്രഹാം വൈദ്യർ അധ്യക്ഷത വഹിച്ചു. MS ശ്രീരാജ്, TP ജോയ്, ജയപ്രകാശ് മങ്കരമഠം, PK സജീഷ് എന്നിവർ സംസാരിച്ചു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ക്യാബിനറ്റിന്റെ സ്ഥാനാരോഹണം തൃശൂരിൽ നടന്നു. ഡിസ്ട്രിക്ട് ഗവർണർ C ജോസഫ് ജോണിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അധികാരമേറ്റത്. ഹോട്ടൽ മെർലിൻ ഇന്റർനാഷണലിൽ നടന്ന ചടങ്ങിൽ മുൻ ഇന്റർനാഷണൽ ഡയറക്ടർ രാജു E മൻവാനി സ്ഥാനാരോഹണം നിർവഹിച്ചു. ഡിസ്ട്രിക്ട് ഗവർണർ C ജോസഫ് ജോൺ അധ്യക്ഷത വഹിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർമാരായ ജോർജ് D ദാസ്, P തങ്കപ്പൻ, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് VL സെബി, VP നന്ദകുമാർ, ആന്റണി ആലപ്പാട്ട്, ബദറുദ്ദീൻ മുഹമ്മദ്, T ജയകൃഷ്ണൻ, ഡോക്ടർ NN മുരളി, കുര്യൻ ജോൺ, A സന്തോഷ് മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി പ്രസ് ഫോറത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ വടക്കാഞ്ചേരിയിൽ നടന്ന നേർക്കാഴ്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ മത്സര വിജയികൾക്ക് പുരസ്കാരങ്ങൾ നൽകി. 1ാം സ്ഥാനം ലഭിച്ച നടത്തം എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ AM സുബ്രഹ്മണ്യൻ, 2ാം സ്ഥാനം ലഭിച്ച തുള്ളൽ കലയിലെ പെണ്ണിടങ്ങൾ സംവിധാനം ചെയ്ത കരൂപ്പടന്ന ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക മഞ്ജുള ശ്രീരാജ്, 3ാം സ്ഥാനം ലഭിച്ച വാസന്തം ഡോക്യുമെന്ററിയുടെ സംവിധായകൻ TCV അന്തിക്കാട് ലേഖകൻ ജിത്ത് അന്തിക്കാട് എന്നിവർക്കാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് അംഗം PS മോഹൻദാസ് സമ്മാനദാനം നിർവഹിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് V മുരളി, സെക്രട്ടറി ശശികുമാർ കൊടക്കാടത്ത്, ട്രഷറർ P അരുൺദാസ് എന്നിവർ സംസാരിച്ചു. അമേരിക്കയിലെ ഒഹിയോ ക്ലീവ്ലാൻഡിൽ സെപ്റ്റംബർ 8 മുതൽ ഒക്ടോബർ 13 വരെ നടക്കുന്ന ഫോട്ടോഗ്രാഫി മത്സരത്തിന്റെ ഏകാംഗ ജൂറിയായി കോടാലി സ്വദേശിയും പ്രശസ്ത ഫോട്ടോഗ്രാഫറുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലിനെ തിരഞ്ഞെടുത്തു. ഇന്ത്യക്കാരനായ ഒരാൾ ഈ മത്സരത്തിന്റെ വിധികർത്താവാകുന്നത് ഇതാദ്യമാണ്. ഇന്ത്യയിലെ പ്രഥമ ഫോട്ടോഗ്രാഫി മ്യൂസിയമായ ഫോട്ടോ മ്യൂസിന്റെ ഡയറക്ടറും ക്യൂറേറ്ററുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നേച്ചർ ഫോട്ടോഗ്രാഫി രംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ആളാണ്. പോൾ അക്കാദമി ഓഫ് റിതം ആൻഡ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ പോയട്രി മീറ്റ് മ്യൂസിക് എക്സ്പെരിമെന്റ് മ്യൂസിക് കൺസേർട്ട് അരങ്ങേറി. തൃശൂരിലെ ചിരിയങ്കണ്ടത്ത് ടവറിൽ നടന്ന പരിപാടിക്ക് അക്കാദമിക് ഡയറക്ടർ പോൾ ചിരിയങ്കണ്ടത്ത് നേതൃത്വം നൽകി. കവിതകൾ സംഗീതത്തിന്റെ അകമ്പടിയോടെ പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച കൺസേർട്ട് ആസ്വാദകരെ മാസ്മരിക ലോകത്തിലെത്തിച്ചു. പ്രായഭേദമന്യേ എല്ലാവരും പരിപാടിയിൽ പങ്കെടുത്തു. ആസ്വാദകരെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിയാണ് പരിപാടി സമാപിച്ചത്. It's very important to know the background of the poem, what made somebody write a poem. We beseech and beset it with the help of God. നാദബ്രഹ്മം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ചിന്മയ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ തുടരുന്ന 4ാമത് ശ്രീരാമ സംഗീത സദസ്സിന്റെ ഭാഗമായി അരങ്ങേറിയ പഞ്ചരത്ന കീർത്തനാലാപനം ആസ്വാദകരെ സംഗീത ലഹരിയിലാഴ്ത്തി. സംഗീതജ്ഞൻ M രാമകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറിയത്. വയലിനിൽ സുധാമാരാരും, മൃദംഗത്തിൽ തൃശൂർ H ഗണേഷും വിനേഷ് ചെമ്പരത്തിയും പക്കമേളമൊരുക്കി. നാളെ വൈകിട്ട് 6-ന് വൃന്ദവി നായരുടെ സംഗീത കച്ചേരി അരങ്ങേറും. ഓഗസ്റ്റ് 16-ന് സംഗീത സദസ്സ് സമാപിക്കും. പലീക്കര ടോൾ പ്ലാസയിൽ നിർത്തിയിട്ടിരുന്ന ടെമ്പോയ്ക്ക് പിന്നിൽ കാറിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാരായ മരത്താക്കര സ്വദേശി ബാബു, തൃക്കൂർ സ്വദേശികളായ സതീശൻ, കൊച്ചുമോൻ, സുമേഷ്, വിജയകുമാർ, മണികണ്ഠൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. ടോൾ നൽകാനായി നിർത്തിയിട്ടിരുന്ന ടെമ്പോയ്ക്ക് പിന്നിൽ നിയന്ത്രണം വിട്ട കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ബാബുവിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. കുടുംബ ബന്ധങ്ങളിലെ മൂല്യവും ഊഷ്മളതയും തലമുറകളോളം നിലനിർത്താൻ ചാവക്കാട് അഞ്ചങ്ങാടിയിൽ തറവാടുകളുടെ സംഗമം. കുടുംബ ബന്ധങ്ങൾക്ക് ഊടും പാവും പകർന്ന അപൂർവമായ നിമിഷങ്ങൾക്കാണ് അഞ്ചങ്ങാടി സൽവ റീജൻസി വേദിയായത്. കുടുംബ തറവാടുകളുടെ സംഗമത്തോടനുബന്ധിച്ചുള്ള തറവാട് മെമ്മോയർ പുസ്തക പ്രകാശനമായിരുന്നു തറവാട് സംഗമത്തിലെ പ്രധാന ചടങ്ങ്. മലേഷ്യയിലെ പരമോന്നത ബഹുമതി നേടിയ NK മൊയ്തീൻകുട്ടി ഹാജിയാണ് തറവാട് മെമ്മോയർ രചയിതാവ്. ഹൈക്കോടതി ജസ്റ്റിസ് CK അബ്ദുൾ റഹീം പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു.
കുടുംബങ്ങളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നും ലഭിക്കുന്ന നല്ല സംസ്കാരം സമൂഹത്തിനൊന്നാകെ പ്രയോജനം ചെയ്യുമെന്ന് ജസ്റ്റിസ് CK അബ്ദുൾ റഹീം പറഞ്ഞു. യുവസമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ധാർമ്മിക അധപതനത്തിന് അറുതി വരുത്താൻ നല്ല സംസ്കാരം സ്വന്തമാക്കണം. തറവാട് സംഗമം പോലെയുള്ള കൂട്ടായ്മകൾ വലിയ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണെന്നും ജസ്റ്റിസ് CK അബ്ദുൾ റഹീം അഭിപ്രായപ്പെട്ടു. തറവാട് മെമ്മോയർ രചയിതാവ് NK മൊയ്തീൻകുട്ടി ഹാജി അനുസ്മരണ സന്ദേശം നൽകി. തറവാട് സംഗമം ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ AK മുസ്തഫ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയർ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ചിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ മുസ്തഫ കമാൽ പാഷ, MES സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ഡയറക്ടർ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, മുഹമ്മദ് അലി ബുസ്താനെ, ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ET ഫിലോമിന എന്നിവർ സംസാരിച്ചു. കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന തറവാട് മെമ്മോയർ പുസ്തകം സംഗമത്തിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായി വിതരണം ചെയ്തു. തുടർന്ന് സ്നേഹവിരുന്നിന് ശേഷം വർഷം തോറും തറവാടുകളുടെ കൂടിച്ചേരൽ ഉണ്ടാകുമെന്ന തീരുമാനത്തോടെയാണ് സംഗമത്തിന് പരിസമാപ്തിയായത്. തൃശൂർ അതിരൂപത CLCയുടെ നേതൃത്വത്തിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള അനുസ്മരണവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും എരുമപ്പെട്ടി ഫൊറോന ദേവാലയത്തിൽ നടന്നു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ഛായാചിത്ര പ്രയാണം എരുമപ്പെട്ടി ആറ്റത്ര യൂണിറ്റിൽ നിന്നും പതാക പ്രയാണം കുന്നംകുളം പാറേമ്പാടം യൂണിറ്റിൽ നിന്നും ആരംഭിച്ച് എരുമപ്പെട്ടി ഫൊറോന ദേവാലയത്തിൽ സമാപിച്ചു. ഫൊറോന പ്രൊമോട്ടർ ഫാദർ ജാക്സൺ ചാലക്കൽ പതാക ഉയർത്തി. തുടർന്ന് നടന്ന സമ്മേളനം അതിരൂപത സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. അതിരൂപത CLC പ്രസിഡന്റ് ഡിൽജോ തരകൻ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ പോൾ താണിക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. തുടർന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. ഫാദർ ജിയോ തെക്കിനിയത്ത്, വിനേഷ് ജെ കോളങ്ങാടൻ, ഫാദർ ജിയോ മോൻ കല്ലേരി എന്നിവർ സംസാരിച്ചു. തൃശൂർ പാലക്കാട് ദേശീയപാതയിലുള്ള വൻ കുഴികൾ യാത്രാ ദുരിതത്തിനിടയാക്കുന്നു. പട്ടിക്കാടും കൊമ്പഴയിലുമാണ് കുഴികൾ കൂടുതലുള്ളത്. വലിയ കുഴികൾ മൂലം വാഹനങ്ങൾക്ക് തകരാർ സംഭവിക്കുന്നത് പതിവായിരിക്കുകയാണ്. ഇതുമൂലം ഗതാഗതക്കുരുക്കും പതിവാകുന്നു. ഗതാഗതക്കുരുക്ക് കാരണം ഇതുവഴിയുള്ള സ്വകാര്യ ബസ്സുകൾ ട്രിപ്പുകൾ റദ്ദാക്കിയിരുന്നു. ഓറഞ്ചുകളുടെ നാട്ടിൽ നിന്ന് വയലേലകളുടെ നാട്ടിലേക്ക് ഇടയരായി എത്തിയ ദമ്പതികൾ മധുക്കര നിവാസികൾക്ക് വിസ്മയം പകരുന്നു. ഡാർജിലിംഗിൽ നിന്ന് 1 വർഷം മുൻപാണ് ദുർക്കി ബിനു ദമ്പതികൾ തൊഴിൽ തേടി കേരളത്തിലെത്തിയത്. മുല്ലശ്ശേരി കണ്ണാടിപ്പാറയിൽ ശിവദാസന്റെ ആട് ഫാമിൽ ആടുകളെ പരിപാലിക്കുന്നതിന് ജോലിക്കാരെ ആവശ്യമുണ്ടെന്നറിഞ്ഞാണ് ദുർക്കിയും ബിനുവും ഇവിടെ എത്തുന്നത്. ഹരിതസമൃദ്ധമായ മധുക്കരയിലെ വയലേലകളിലും കനാൽ ബണ്ടുകളിലും ഇടയ ദമ്പതികളും ആട്ടിൻപറ്റവും നിത്യവും വർണ്ണവിസ്മയ കാഴ്ചകളാണ് ഒരുക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് ദുർക്കിയും ബിനുവും മധുക്കര നിവാസികൾക്ക് പഴയ രമണകാവ്യത്തിലെ രമണനും ചന്ദ്രികയുമായി മാറി. 50ഓളം വരുന്ന ആട്ടിൻപറ്റത്തെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ് ഇവർ പരിപാലിക്കുന്നത്. കൂട്ടിനുള്ളിൽ ആടുകൾക്ക് തീറ്റയും വെള്ളവും നൽകി ഇടയ്ക്ക് മാത്രം പുറത്തേക്ക് ആടുകളെ കൊണ്ടുപോകുന്ന രീതിയോ മേച്ചിൽപ്പുറങ്ങളിൽ ആടുകളെ തളച്ചിട്ട് സ്ഥലം വിടുന്ന പതിവോ ഇവർക്കില്ല. മധുക്കരയിലെ വിളവെടുപ്പ് കഴിഞ്ഞ പാടശേഖരങ്ങളിൽ രാവിലെ എത്തി പുൽമേടുകളിൽ മേയുന്ന ആടിൻപറ്റത്തോടൊപ്പം നിഴലുപോലെ ഈ ഇടയ ദമ്പതികൾ ഉണ്ടാകും. ആട്ടിൻകുട്ടികളെ താലോലിച്ചും തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിച്ചും വെയിലിലും മഴയിലും ഇവർ ഒപ്പമുണ്ടാകും. ഓരോ ആട്ടിൻകുട്ടിക്കും ഇവർ പേരുകളും നൽകിയിട്ടുണ്ട്. ശിവദാസന്റെ ആടുഫാമിൽ ആട്ടിൻപാൽ കറന്നെടുക്കുന്ന പതിവില്ല. ആട്ടിൻ കുഞ്ഞുങ്ങൾക്കുള്ളതാണ് അജമാതാക്കളുടെ ക്ഷീരസമൃദ്ധി എന്ന പക്ഷക്കാരനാണ് ആടുഫാം ഉടമയായ ശിവദാസൻ. അജപാലക വേഷത്തിൽ മലയാളികൾക്ക് മാതൃകയായ ദുർക്കിയും ബിനുവും വിവാഹിതയായ ഒരു മകളും കോളേജ് പഠനം നടത്തുന്ന മകനും ഡാർജിലിംഗിലുണ്ട്. കുടുംബജീവിതത്തിന്റെ സ്വപ്നങ്ങൾ കരുപിടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മലയാള മണ്ണിന്റെ സൗഹൃദവും നന്മയും തേടി ഇവർ മുല്ലശ്ശേരിയിലെത്തിയത്. അന്യനാട്ടുകാരായ ഇവർ ഇന്ന് മലയാള ഭാഷ പഠിച്ചു തുടങ്ങി. ഇവരുടെ സ്നേഹവും കരുതലും ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതയും സമൂഹത്തിന് മാതൃകയായി മാറുകയാണ്. TCV ന്യൂസ്, പാവറട്ടി. സ്വയം രക്ഷാമാർഗമായി ഉപയോഗിക്കാൻ ചിട്ടപ്പെടുത്തിയ ഒക്ടഗൺ ഫിസ്റ്റിന്റെ പ്രദർശനം തൃശൂരിൽ നടന്നു. കിഴക്കേക്കോട്ട തോപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പ്രദർശനത്തിന് KV രവി നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്ക് അവാർഡ് വിതരണം നടത്തി. അയ്യന്തോൾ വിമുക്ത ഭടഭവനിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് P രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KS മുരളീധരൻ, അഡ്വക്കേറ്റ് OK ശിവരാമൻ, അഡ്വക്കേറ്റ് VP ഡേവിഡ്, KR ഗോപിനാഥൻ നായർ എന്നിവർ സംസാരിച്ചു.
ചടങ്ങിന് മുന്നോടിയായി അയ്യന്തോൾ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്ര സമർപ്പണവും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. അംഗപരിമിതർക്ക് സഹായഹസ്തവുമായി തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സാന്ത്വനം പദ്ധതി 3ാം ഘട്ടം പൂർത്തിയാക്കി. 111 അംഗപരിമിതർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. ആരോഗ്യ ചികിത്സാ രംഗത്ത് നിന്ന് സർക്കാരുകൾ പിന്മാറുകയാണെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. പണമുള്ളവർക്ക് മാത്രം ചികിത്സ എന്ന രീതിയിലായി സർക്കാർ ആശുപത്രിയിലെ അവസ്ഥയെന്നും രാജേന്ദ്രൻ. രാജ്യം കാർഗിൽ വിജയ് ദിനം ആഘോഷിച്ചു. കേരളത്തിൽ നിന്ന് പട്ടാളക്കാരാകാൻ ആളെ കിട്ടാത്തവസ്ഥയുണ്ടെന്ന് ADGP ഋഷിരാജ് സിംഗ്. ചെങ്ങാലൂരും എറിയാടും മോഷണം, 2ഇടങ്ങളിലും ഭണ്ഡാരങ്ങളിൽ നിന്ന് പണം കവർന്നു. തൃശൂർ റൗണ്ടപ്പ് സമാപിച്ചു. ശുഭരാത്രി, നമസ്കാരം. തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ സിൽക്ക്, Penco Marbles and Granites. ജോസ ലൂക്കാസ്.